ഹായ്, ഇതാണ് സാംസങ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ഗാലക്സി S24. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. സോ വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ആദ്യമായി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഇത് നമ്മുടെ കയ്യിലുള്ളത് 8GB റാമുള്ള 256GB മെമ്മറിയുമുള്ള ബ്ലാക്ക് കളർ ഓപ്ഷനുള്ള S24 ആണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ബോക്സിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ S24ഉം അതിൻ്റെ കൂടെ ചാർജിങ് കേബിളും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ചാർജർ ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഫോണിലും അവൈലബിൾ അല്ലെന്ന് നമുക്ക് അറിയാമല്ലോ. സോ നമുക്ക് ആദ്യമായി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 120Hz റിഫ്രഷ് റേറ്റുള്ള 2600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സോട് കൂടിയ HDR10+ സപ്പോർട്ട് ചെയ്യുന്ന 6.2 ഇഞ്ചിൻ്റെ ഡൈനാമിക് LPTO AMOLED 2X ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇതിന് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനും ഉണ്ട്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് വന്നിരുന്ന ഈ ഫോണിന് ഇപ്പോൾ ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ 7 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് സാംസങ് ഇതിന് വാഗ്ദാനം ചെയ്തിരുന്നത്. സാംസങ്ങിൻ്റെ One UIയിലാണ് ഇത് വരുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സും ഇതിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളതായിട്ട് കാണാം. സാംസങ്ങിൻ്റെ 4nm Exynos 2400 ചിപ്സെറ്റാണ് ഇതിൻ്റെ ഗ്ലോബൽ വേരിയൻറ്റിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ചൈന USA വേരിയൻ്റായിട്ട് സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 3 ചിപ്സെറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ്. അതിനോടൊപ്പം എക്സ്ക്ലിപ്സ് 940 GPUമാണ് സാംസങ് കൊടുത്തിട്ടുള്ളത്. 8GB റാം ഓപ്ഷനിൽ വരുന്ന ഇതിൻ്റെ മെമ്മറി 128GB, 256GB, 512GB എന്നിങ്ങനെയാണ്. എന്നാൽ 120GBക്ക് UFS 3.1 മെമ്മറിയും ബാക്കിയുള്ളതിന് UFS 4.0 മെമ്മറിയും നൽകിയിട്ടുണ്ട്. 4000 mAhൻ്റെ ലിഥിയം അയൺ ബാറ്ററിയിൽ വരുന്ന ഇതിന് 25 വാട്ട്സിൻ്റെ വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അൾട്രാസോണിക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, NFC, ബ്ലൂടൂത്ത് 5.3, IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ്, ആമർ അലൂമിനിയം 2 ഫ്രെയിം എന്നിങ്ങനെയുള്ള പ്രീമിയം ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റിയർ ക്യാമറയെ കൊടുത്തിട്ടുള്ളത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതിൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ വൈഡ് ആംഗിൾ ലെൻസും 10 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് വരുന്നത്. 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ ലെൻസിനും വൈഡ് ആംഗിൾ ലെൻസിനും ഡ്യുവൽ പിക്സൽ PDIFും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 30 FPS 8K വീഡിയോയും 60 FPS വരെയുള്ള 4K വീഡിയോയും 240 FPS വരെയുള്ള ഫുൾ HD വീഡിയോയും ഇതിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റീരിയോ സൗണ്ട് റെക്കോർഡിങ്ങും HDR10+ റെക്കോർഡിങ്ങും ഇതിൽ അവൈലബിൾ ആണ്. ഗൈറോസ്കോപ്പിക് ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനും ഇതിന് വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 12 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ്. ഇതിന് ഡ്യുവൽ പിക്സൽ PDIFും HDR10+ സപ്പോർട്ടും ഉണ്ട്. 60 FPS വരെയുള്ള 4K വീഡിയോസ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക്, ഗ്രേ, വയലറ്റ്, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ എന്നിങ്ങനെയുള്ള കളർ ഓപ്ഷനിലാണ് S24 അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഉള്ളത് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് UI ആയ 7.0ലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റും ആൻഡ് സ്മൂത്തും ആയിട്ടുള്ള UI ആണ് ഇതിനിപ്പോൾ നൽകിയിരിക്കുന്നത്. എത്ര ആപ്പുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് മിനിമൈസ് ഇട്ടാലും വലിയ ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ സിം ട്രേ നോക്കിക്കഴിഞ്ഞാൽ 2 ഫിസിക്കൽ സിം ഇടാനുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു eSIM-ൻ്റെ ഓപ്ഷനും ഉണ്ട്. അറ്റ് എ ടൈം 2 സിം യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിലുള്ളത്. സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഗാലക്സി AIയുടെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ AI ആയ ജെമിനിയുടെ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. സാംസങ്ങിൻ്റെ സാധാരണ ക്യാമറ UIയിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ മോഡ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള 4 ക്യാമറകളിൽ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് അറ്റ് എ ടൈം ഒരുമിച്ച് റെക്കോർഡ് ചെയ്ത് ഇതുപോലെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗാലക്സി S23 എടുത്ത ചില ക്യാമറ ഫോട്ടോസ് ആൻഡ് വീഡിയോ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. ക്യാമറ എടുക്കുമ്പോൾ ഫോൺ അത്യാവശ്യം ഹീറ്റ് ആവുന്നുള്ളൊരു ഇഷ്യൂ ഇതിനകത്ത് കാണുന്നുണ്ട്.
സാംസങ്ങിൻ്റെ ഒട്ടുമിക്ക ഫോണുകളിലും ആ ഇഷ്യൂ വരുന്നതാണ്. പോർട്രേറ്റ് ഫോട്ടോകളിലെ ചെറിയ ഒബ്ജക്ട്സിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ ഇതുപോലെ അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല. എന്നാൽ ലോ ലൈറ്റിൽ മികച്ച റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ ക്യാമറയിലെടുത്ത 4K റെസൊല്യൂഷനുള്ള 60 FPS റിഫ്രഷ് റേറ്റുള്ള വീഡിയോ ആണ്. 8K റെസൊല്യൂഷനുള്ള വീഡിയോ വരെ ഇതിനകത്തെടുക്കാവുന്നതാണ്, പക്ഷേ 8Kക്ക് 30 FPS സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന 4K റെസൊല്യൂഷനുള്ള 60 FPSൻ്റെ വീഡിയോ ആണ് ഇത്. 3x ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസിലെടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഫോറിലെ ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ് ഉപയോഗിച്ചെടുത്ത ടെലിഫോട്ടോ ലെൻസിനും വൈഡ് ആംഗിൾ ലെൻസിനും കൂടി അറ്റ് എ ടൈം എടുത്ത വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെൽഫി ക്യാമറയിലെടുത്ത 4K റെസൊല്യൂഷനുള്ള 60 FPSൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4K വീഡിയോ ഔട്ട്പുട്ടും അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ശബ്ദവും നല്ല മികച്ച വ്യൂവിംഗ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. തീരെ ചെറിയ ബെസൽസ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമേഴ്സീവായിട്ടുള്ള ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ഈ ചെറിയ ഫോണിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഓഡിയോ പെർഫോമൻസ് ഒന്ന് കേട്ട് നോക്കാം. ഗെയിമിംഗ് പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗെയിം ബൂസ്റ്റർ എന്ന ഇങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ ഇതിന് നൽകിയിട്ടുണ്ടെങ്കിലും ഹീറ്റിംഗ് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. അധിക നേരം ഗെയിം കളിക്കുമ്പോൾ അത്യാവശ്യം ഹീറ്റ് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഗെയിമിങ്ങിന് ഇതത്ര റെക്കമെൻഡ് ചെയ്യുന്നതല്ല. എന്നാൽ കോമ്പാക്റ്റ് ഡിസൈനിൽ അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇത് നൽകുന്നുമുണ്ട്. സാംസങ്ങിൻ്റെ പ്രീമിയം കോമ്പാക്റ്റ് ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനിയും 6 വർഷത്തോളം അപ്ഡേറ്റ്സ് ലഭിക്കുന്ന സാംസങ്ങിൻ്റെ S24ഉം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ S24 ഇന്നിവിടെ നമുക്ക് റിവ്യൂ ചെയ്യാനായി തന്നത് സെലൻട്രിക് മൊബൈൽസ് എന്ന ഷോപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്